നയതന്ത്ര വേദികളിൽ കരുത്തുറ്റ ഇടനിലക്കാരനാകാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് അപ്രതീക്ഷിതമായ തിരിച്ചടിയും നാണക്കേടുമാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ US ഇറാൻ ചർച്ചകൾക്ക് ഇസ്ലാമാബാദിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ സെറീനയിൽ വേദിയൊരുക്കിയെങ്കിലും അവിടുത്തെ ബിൽ തുക പോലും അടയ്ക്കാൻ കഴിയാത്ത വിധം പാക് സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആഗോള രാഷ്ട്രീയത്തിലെ നിർണായക ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള നയതന്ത്ര താൽപര്യങ്ങളും രാജ്യത്തെ രൂക്ഷമായ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള വലിയ പൊരുത്തക്കേടാണ് ഈ സംഭവം തുറന്നു കാട്ടുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി ഈ ഹോട്ടൽ ബിൽ വിവാദം മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു നാണക്കേടിന്റെ കഥ കൂടി പാകിസ്ഥാനെ തേടി എത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി US ഇറാൻ ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ച ഇസ്ലാമാബാദിലെ ഹോട്ടലിൽ ബിൽ തുക അടയ്ക്കുന്നതിൽ പാകിസ്ഥാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ പാകിസ്ഥാനിലാണ് നിർണായക ചർച്ചകൾ നടന്നത്. ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പാകിസ്ഥാനിൽ എത്തിയിരുന്നു. ഈ സംഘങ്ങൾ ചർച്ച നടത്തിയ സെറീന ഹോട്ടലിന്റെ കുടിശ്ശിക തീർക്കുന്നതിലാണ് പാക് സർക്കാർ പരാജയപ്പെട്ടത്. ഏപ്രിൽ 10-നും 12-നും ഇടയിൽ ഇസ്ലാമാബാദിലെ ഉന്നതതല US ഇറാൻ ചർച്ചകൾ നടന്നത് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിലായിരുന്നു. ചർച്ചകൾക്ക് വേണ്ട ഫലം കാണാതെ വന്നതോടെ US ഇറാൻ പ്രതിനിധികൾ തിരികെ മടങ്ങി. എന്നാൽ ഈ ദിവസങ്ങളിലെ ഹോട്ടൽ ബില്ലുകൾ നൽകാൻ പാക് സർക്കാരിന് സാധിച്ചില്ല എന്നാണ് വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ സർക്കാർ മുൻകൈയെടുത്താണ് US ഇറാൻ ചർച്ചകൾക്ക് ഇസ്ലാമാബാദിനെ വേദിയാക്കിയത്. ആഗാഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്കുമായി ബന്ധമുള്ള ഹോട്ടലിന്റെ ഉടമ ഇടപെട്ട് ചെലവുകൾ തീർക്കാൻ നിർബന്ധിതനാകുന്ന ഘട്ടത്തിലേക്ക് സാഹചര്യം വഷളായെന്നാണ് റിപ്പോർട്ടുകൾ. ഹോട്ടൽ ഉടമ ഇടപെട്ട് ബില്ലടയ്ക്കാൻ സർക്കാരിനെ നിർബന്ധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഷളായത്രേ. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു നിർണായക ചർച്ചയ്ക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യത്തിന് ഹോട്ടൽ ബിൽ പോലും അടയ്ക്കാൻ സാധിക്കാത്തത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയെയും വിശ്വാസ്യതയെയും ഒക്കെ ചോദ്യം ചെയ്യുന്നതാണ്. അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ വിശ്വസനീയമായ ഒരു ഇടനിലക്കാരനായി മാറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ ചർച്ചകളുടെ ആതിഥേയത്വം ഏറ്റെടുത്തത്. ചർച്ചകൾ നടത്തുന്നതിനായി സെറീന ഹോട്ടലിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. എന്നാൽ വെറും ദിവസങ്ങൾ മാത്രം ചർച്ചകൾ നടന്ന ഹോട്ടലിലെ ബില്ലടയ്ക്കാൻ പാക് സർക്കാർ പരാജയപ്പെട്ടു. ഈ സാഹചര്യം പാക് സർക്കാരിന്റെ നയതന്ത്ര അഭിലാഷങ്ങളും സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ വ്യക്തമാക്കുന്നതാണ്. പാകിസ്ഥാൻ അന്താരാഷ്ട്ര നാണയനിധിയുടെ നിരീക്ഷണത്തിൽ തുടരുകയും നിരന്തരമായ സാമ്പത്തിക സമ്മർദ്ദം നേരിടുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ പുതിയ നാണക്കേട് കൂടി തലയിൽ വീണത്. പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന വെറുമൊരു സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, ഗുരുതരമായ ഒരു നയതന്ത്ര പാളിച്ച കൂടിയാണ്. ആഗോള ശക്തികളായ അമേരിക്കയുടെയും ഇറാന്റെയും ഇടനിലക്കാരനായി ചമയുമ്പോൾ കാണിക്കേണ്ട മിനിമം മര്യാദ പോലും പാലിക്കാൻ കഴിയാത്തത് രാജ്യത്തെ വീണ്ടും ഒറ്റപ്പെടുത്തും. IMF നിബന്ധനകളും ആഭ്യന്തര പണപ്പെരുപ്പവും ശ്വാസം മുട്ടിക്കുന്ന വേളയിൽ ഇത്തരം നാണക്കേടുകൾ ലോകബാങ്കിന് മുന്നിലുള്ള പാകിസ്ഥാന്റെ വായ്പാപേക്ഷകളെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. നയതന്ത്ര ലക്ഷ്യങ്ങൾക്കൊപ്പം സാമ്പത്തിക അച്ചടക്കം കൂടി കൈവരിക്കാതെ പാകിസ്ഥാന് മുന്നോട്ടു പോകാനാവില്ല എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ബിൽ വിവാദം. ആഗോള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ ഇടം കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ് സ്വന്തം സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുകയാണ് പാകിസ്ഥാൻ ആദ്യം ചെയ്യേണ്ടത്. രാജ്യത്തെ പണപ്പെരുപ്പം 7 മുതൽ 9% ഉയരുന്നതിനാൽ രാജ്യം ഘടനാപരമായ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നത് തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഹോട്ടൽ ബില്ലുകൾ അടയ്ക്കാത്ത സംഭവം ഒരു വലിയ പ്രതിസന്ധിയുടെ പ്രതീകമായി മാറി. US ഇറാൻ രണ്ടാംഘട്ട ചർച്ചകൾ ഈ ആഴ്ച അവസാനം പാകിസ്ഥാനിൽ നടക്കുമെന്നാണ് വിവരം. രണ്ട് രാജ്യത്തെയും പ്രതിനിധികൾ ഈ ആഴ്ച ഇസ്ലാമാബാദിലേക്ക് തിരിക്കും. ഇറാൻ US വെടിനിർത്തൽ കരാർ ഏപ്രിൽ 21-ന് അവസാനിക്കാനിരിക്കെയാണ് അതിനു മുന്നോടിയായി വീണ്ടും ചർച്ചകൾ നടക്കാൻ പോകുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ തലയിൽ ഒരു നാണക്കേട് കൂടി വന്നു വീണിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാൽ നട്ടം തിരികെയാണ് പാകിസ്ഥാന്റെ സാമ്പത്തികാവസ്ഥ വളരെ മോശമാണ്. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പട്ടിണി, രോഗങ്ങൾ, അങ്ങനെ തകർന്ന സമ്പദ് വ്യവസ്ഥയിൽ പാക് സർക്കാർ നട്ടം തിരിയുകയാണ്. അതിനിടയിലാണ് ഇപ്പൊ ഇതും സംഭവിച്ചിരിക്കുന്നത്.